അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, സമൂഹത്തിൻ്റെ മുൻപിൽ ഭാഗ്യങ്ങളെ നിരത്തി അനേകരെ ആകർഷിച്ച് ഒന്നോ രണ്ടോ മൂന്നോ പേർ മാത്രം അനുഭവിക്കാനിടയാകുന്ന ഭാഗ്യങ്ങളുണ്ട് സമൂഹത്തിൽ. ലോകത്തിൻ്റെ ഭാഗ്യങ്ങൾ. ബമ്പർ ലോട്ടറിയൊക്കെ എടുത്ത് സങ്കടങ്ങളും സന്തോഷവും സ്വപ്നങ്ങളും കലർത്തി ഒറ്റക്കൈയിൽ താടിയൂന്നി ഭാഗ്യം കാത്തിരിക്കുന്ന മനുഷ്യരെ കാണാം. ബമ്പർ ലോട്ടറി നാളെ എടുക്കുന്നു എന്ന് പറയുമ്പോഴേക്കും നെഞ്ചുവേദന വന്ന് ആംബുലൻസിൻ്റെ ശബ്ദ മാധുര്യത്തോടു കൂടി ഓടുന്നവരുണ്ട്. പക്ഷെ ഈശോ നൽകുന്ന അഷ്ടഭാഗ്യങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 5:1 മുതൽ വായിക്കും നമ്മൾ. അതിൽ ആദ്യം നമ്മൾ വായിക്കുന്നത്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ഇപ്പോൾ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ആദ്യത്തെ ഭാഗ്യം എടുക്കൂ. ആത്മാവിൽ ദരിദ്രരായവർ ഈ ഭൂമിയുടെ വിളകളും സ്വപ്നതുല്യങ്ങളായ ഗോപുരങ്ങളും രുചിഭേദങ്ങളുള്ള മൃഷ്ടാന ഭോജ്യങ്ങളും മുൻപിലിരിക്കെ അവയൊന്നിലുമല്ല എൻ്റെ ലക്ഷ്യം ആശ്രയമെന്ന് ആത്മാവിൽ സമ്പന്നതയോടെ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. അവർക്ക് ലക്ഷ്യം സ്വർഗരാജ്യമാണ്. ദൈവത്തെ സ്വന്തമായി ലഭിച്ച് എൻ്റെ ആത്മാവും ദൈവവും തമ്മിൽ ചേർന്ന് അലിഞ്ഞ് അമർന്നൊന്നായി നീങ്ങുന്ന ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു മേഖല, അതാണ് സ്വർഗം. ആ സ്വർഗം അവർക്കായി പറഞ്ഞു വച്ചിരിക്കുന്നു, പണിത് വച്ചിരിക്കുന്നു, വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതൊരു ഭാഗ്യമാണ്. പക്ഷേ മറവിലാണെങ്കിലും കരഗതമല്ലെങ്കിലും എനിക്ക് ലഭിക്കാൻ പോകുന്നത് അതാണെന്ന് അറിഞ്ഞിട്ടുള്ള ഒരു കാത്തിരിപ്പ്. അവിടെ ത്യാഗമുണ്ട്, ഇപ്പോൾ വിലാപമുണ്ട്, ഇപ്പോൾ വേദനയുണ്ട്, തിരസ്കരണമുണ്ട്, ദുഃഖങ്ങളുണ്ട്, പീഡകളുണ്ട്, രോഗങ്ങളുണ്ട്. പക്ഷേ വരാൻ പോകുന്ന കാലത്ത് ഇത് മനസ്സിൻ്റെ അനുമതിയോടെ അനുഭവിച്ചു നീങ്ങിയാൽ ദൈവം വച്ചു നീട്ടുന്ന ഭാഗ്യമാണ് സൗഭാഗ്യം. കാത്തിരിക്കാം. ലോകത്തിൻ്റെ ഭാഗ്യങ്ങൾ, ഭൂമി വെച്ചു നീട്ടുന്ന ഈ ചില കടന്നു പോകുന്ന ഭാഗ്യങ്ങളിലേക്ക് കണ്ണുവയ്ക്കുന്നതിനേക്കാൾ ഉപരി ദൈവം നൽകുന്ന വലിയ വിസ്തൃതവും ഏറെ ആഴവും ഉയരവുമുള്ള സ്വർഗരാജ്യം സ്വന്തമാക്കാൻ, ആ ഭാഗ്യം കരഗതമാക്കാൻ പരിശ്രമിക്കാം. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.